കൂപ്പുകരങ്ങളോടെ ഈ ദിവ്യകാരുണ്യത്തിൽ എഴുന്നള്ളിരിക്കുന്ന ഈശോയെ കാണാം. നിന്റെ ചിന്തകളും നിന്റെ കണ്ണുകളും നിന്റെ മനസ്സിൻ്റെ എല്ലാ അവസ്ഥകളും തമ്പുരാനിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്ത കർത്താവിലേക്ക്. പല കാര്യങ്ങളും നിന്റെ മനസ്സിൽ കിടന്ന് ഇങ്ങനെ അസ്വസ്ഥപ്പെടുത്തുന്നുണ്ടാകാം. പല വിഷയങ്ങൾ ഇങ്ങനെ നിന്റെ മനസ്സിലേക്ക് ഇങ്ങനെ കയറി ഇറങ്ങി വരുന്നുണ്ടാകാം. പലതും നിന്റെ ജീവിതത്തിൻ്റെ ഭാരമാകാം, സങ്കടമാകാം. നീ കടന്നു പോകുന്ന ഇന്നിൻ്റെ അതികഠിനമായ ദുഃഖവും വേദനയും രോഗവും ഒക്കെ ആകാം. അതെല്ലാം കാണുന്നൊരു കർത്താവ് ഈ അൾത്താരയിലുണ്ട്. ആ കർത്താവിലേക്ക് നോക്കിക്കേ. ദൈവമേ, നീ എന്നെ അറിയുന്നവനാണല്ലോ. ദൈവമേ, നീ എന്നെ സ്നേഹിക്കുന്നവനാണല്ലോ. ഈശോയെ, എൻ്റെ ചെറിയ സങ്കടങ്ങൾ പോലും അറിയുന്നവനാണല്ലോ നീ. എൻ്റെ കൊച്ചു കൊച്ചു ആഗ്രഹങ്ങൾ പോലും മാനിക്കുന്നവനാണല്ലോ നീ. അങ്ങനെ ഒരു ദൈവം ഇയാൾ ധാരയിലുണ്ടല്ലോ. ഹൃദയം തുറന്ന് പ്രാർത്ഥിക്കാം, മനസ്സ് തുറന്ന് ഈശോയെ വിളിക്കാം. ദൈവമേന്ന് ഉള്ളുകൊണ്ട് എല്ലാ മക്കളും വിളിച്ച്, തമ്പുരാനേന്നൊന്ന് വിളിച്ച്, ഈശോയെ, ആരാധനയ്ക്ക് യോഗ്യനായവനെ, എല്ലാ സ്തുതിക്കും മഹിമയ്ക്കും യോഗ്യനായവനെ, എല്ലാ മഹത്വത്തിനും യോഗ്യനായവനെ, നിന്നെ ഞങ്ങൾ ആരാധിക്കുന്നു എന്ന് പറഞ്ഞേ. കൂപ്പുകരങ്ങളോടെ ഈശോയെ ആരാധിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യനാഥനായ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഒത്തിരി സ്നേഹത്തോടെ കണ്ണു തുറന്ന് എൽത്താരയിലേക്ക് നോക്കാം. ഇതാ നീതിസൂരനായ കർത്താവ് നമ്മുടെ മുമ്പിൽ. വെളിച്ചമേ നയിച്ചാലും എന്ന് സങ്കീർത്തകൻ പ്രാർത്ഥിക്കുന്നില്ലേ? ഇതാ സൂര്യനേക്കാൾ 10,000 മടങ്ങ് ശോഭയേറിയ വെളിച്ചം. നിന്റെ അന്ധത, നിന്റെ അന്ധകാരം, നിന്റെ ആത്മാവിൻ്റെ ഇരുട്ട് നിറഞ്ഞ അനുഭവങ്ങളെ പ്രകാശിതമാക്കാൻ കഴിവുള്ളവനായ കർത്താവ് ഈ അൾത്താരയിൽ. നിന്റെ മനസ്സിൻ്റെ സകല ഭാരങ്ങളിലും സുവിശേഷത്തിന്റെ പ്രകാശം കൊണ്ട് നിന്നെ വീണ്ടെടുക്കാൻ കഴിയുന്ന കർത്താവ്. നിന്റെ ശരീരത്തിന്റെ അശുദ്ധിയിൽ നിന്നും നിന്നെ പൂർണ്ണമായും തൻ്റെ ശരീരത്താലും തൻ്റെ രക്തത്താലും താൻ കടന്നുപോയ സഹനങ്ങളുടെ യോഗ്യതയാൽ സ്വർഗത്തിന്റെ സ്വന്തമാക്കാൻ കഴിവുള്ള കർത്താവ് ഈ അൾത്താരയിൽ. മോളെ, നിനക്കെവിടെയാ ഒരു കുറവുള്ളത്? മോനെ, നിനക്കെവിടെയാ ഒരു ബലഹീനതയുള്ളത്? മക്കളെ, എന്തൊക്കെയാ നമ്മുടെ ജീവിതത്തിൽ നഷ്ടപ്പെട്ടെന്ന് കരുതുന്നത്? എന്തൊക്കെയാണ് നമ്മുടെ ജീവിതത്തിൽ നിന്നും കുടുംബങ്ങളിൽ നിന്നൊക്കെ പടിയിറങ്ങിപ്പോയതെന്ന് നമ്മൾ കരുതുന്നത്? എല്ലാം കൂട്ടിച്ചേർക്കാൻ, നഷ്ടപ്പെട്ടതൊക്കെ തിരിച്ചു തരാൻ കഴിവുള്ളവൻ ഈ അൾത്താരയിലുണ്ടല്ലോ. നിന്റെ ജീവിതത്തിൽ നിന്നും പടിയിറങ്ങിപ്പോയ സ്വർഗത്തിന്റെ സകല സൗഭാഗ്യങ്ങളും തിരിച്ചു തരാൻ കഴിവുള്ളവൻ ഈ അൾത്താരയിലുണ്ടല്ലോ. പിന്നെ നീ എന്തിനാ ആശങ്കപ്പെടുന്നത്? സങ്കീർത്തകൻ ചോദിച്ചോലെ, എന്റെ ആത്മാവെ നീ എന്തിനു വിഷാദിക്കുന്നു? നീ എന്തിനാകുലപ്പെടുന്നു? കർത്താവിൽ പ്രത്യാശ വയ്ക്കുക, അവിടെ നിന്ന് എന്നെ നോക്കിക്കൊള്ളും. മുട്ടുകുത്തി നിന്ന് കരങ്ങൾ ഈശോയിലേക്ക് ഉയർത്തിപ്പിടിച്ച് ദൈവം ചെയ്ത എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി പറഞ്ഞ് സ്തുതിച്ചു പ്രാർത്ഥിച്ചുകൊണ്ട് ഈശോയുടെ ആശീർവാദം നമുക്കിപ്പോൾ സ്വീകരിക്കാം. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.